സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വയം സൃഷ്ടിച്ചതാണ് എന്ന വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇന്ന് വ്യോമയാന മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കടുത്ത നടപടികളിലേക്ക് കേന്ദ്രം കടക്കുകയാണ്. അതിനിടെയാണ് ഈ അവസരം മുതലാക്കി ചില വിമാന കമ്പനികൾ 5000 രൂപയ്ക്കൊക്കെ കിട്ടേണ്ട ടിക്കറ്റുകൾക്ക് 30,000 35,000 ഒക്കെ ആക്കി വൻ കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായ ചില ചോദ്യങ്ങളുമായി ഇടപെട്ടിരിക്കാൻ ഡൽഹി ഹൈക്കോടതി. നമുക്ക് നോക്കാം അവിടെ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് കോടതി അറിയിച്ചതെന്നും. നന്ദൻ പറയൂ, വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഇതിൽ ഡൽഹി ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. കേന്ദ്രം നൽകിയ ആ മറുപടി എന്താണ് കോടതി? ശ്യാമ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്, ഇല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും ഡൽഹി ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, യാത്രക്കാർക്ക് നേരിട്ട പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടി എന്ത് നടപടികൾ സ്വീകരിച്ചു, ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ 9ാം ദിവസവും ഈ ജീവനക്കാരുടെ പുനർക്രമീകരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇൻഡിഗോ വിഷയം ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി കൈകാര്യം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയത്, നേരത്തെ 5000-ഉം 6000-ഉം രൂപയുണ്ടായിരുന്ന വിമാന ടിക്കറ്റുകളുടെ നിരക്ക് ഇപ്പോൾ 35,000-ഉം 40,000-ഉം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കോടതി നിരീക്ഷിച്ചു. ഇത്തരമൊരു സാഹചര്യം എങ്ങനെ മറ്റ് വിമാന കമ്പനികൾ മുതലെടുക്കുന്നു എന്നുള്ള ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് ഇടപെട്ടു എന്നുള്ള ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. DGCയെയും ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കിയത്, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഇന്നിപ്പോൾ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. 9ാം ദിവസവും ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടി ഇൻഡിഗോയ്ക്കായിട്ടില്ല. അതേസമയം തന്നെ മറ്റ് വിമാന കമ്പനികൾ അത് മുതലെടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാജ്യസഭയിലും ഇന്ന് ഈ ഒരു വിഷയം മറ്റ് കക്ഷികൾ ഉന്നയിക്കുകയുണ്ടായി. ശ്യാം.